ഈ ഡെഡ്ലി പോയിസണസ് ഡോക്ട്രിൻ ഇത്ര മാത്രം സഭയെ കീഴടക്കിയിരിക്കുന്നു എന്ന് ഈ ദിവസങ്ങളിലാണ് ഞാൻ തിരിച്ചറിയുവാനായിട്ട് ഇടയായത്. ആ ഡെഡ്ലി പോയിസണസ് ഡോക്ടറിനെ കുറിച്ച് കഴിഞ്ഞ സന്ദേശങ്ങളിൽ നാം ഡിസ്കസ് ചെയ്തതാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭയിലെ ദൈവദാസന്മാരിൽ പലരുടെയും ഉള്ളിൽ, എല്ലാവരുടെയും അല്ല, പലരുടെയും ഉള്ളിൽ ദൈവരാജ്യ സുവിശേഷം, യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം അത് നമുക്കുള്ളതല്ല എന്ന മനോഭാവമാണ്, അത് യഹൂദന്മാർക്ക് മാത്രമുള്ളത് എന്നുള്ള മനോഭാവമാണ് പല ദൈവദാസന്മാരുടെയും മനസ്സിൽ. അത് വലിയ ഒരു അപകടമാണ്. അത് ഒരു മാരക വിഷമായ ഉപദേശം. It is only in these recent days that I have realized the extent to which this deadly poisonous doctrine has subdued the church. I knew it before, but it is only in these days that I realized that there are many servants of God in whose hearts they think that the message, gospel of the kingdom of God is not for them, that Jesus preached is not for them but for the Jews. This is a very dangerous and very poisonous doctrine. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കണം, എങ്ങനെയാണ് ഇത് ജെന്റൈൽസിലേക്ക് പോകുന്നത്? വളരെ പ്രിസൈസ് ആയിട്ട് യഹൂദന്മാരെയും യവനന്മാരെയും കണക്ട് ചെയ്തുകൊണ്ട് ദൈവരാജ്യ സുവിശേഷം യഹൂദന്മാരിൽ നിന്ന് ജാതികളിലേക്ക് പോകുന്ന വിവരം ഒരു ഉപമയിലൂടെ കർത്താവ് വളരെ വ്യക്തമാക്കി. അതുകൊണ്ട് ദൈവരാജ്യം യഹൂദന്മാരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് ഞാൻ കൊടുക്കും എന്ന് വളരെ വ്യക്തമായി യേശുക്രിസ്തു പറയുമ്പോൾ, ഇത് തിരിച്ചറിയാതെ ഒരു കൂട്ടം അജ്ഞരായ ദൈവദാസന്മാർ എന്ന് പറയുന്നവർ പറയുകയാണ്, ജാതികൾക്ക് ദൈവരാജ്യമില്ല, അത് യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് അവര് പറയുമ്പോൾ അവര് ഗുസ്തി പിടിക്കുന്നത് യേശുക്രിസ്തുവായിട്ടാണെന്ന് ഓർമ്മ വേണോ? യേശുക്രിസ്തു യഹൂദന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ദൈവരാജ്യം ഞാൻ നിങ്ങൾക്ക് തന്നു, എന്നാൽ ആ ദൈവരാജ്യം ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് വളരെ വ്യക്തമായി യേശു മത്തായി 21:42-43 വാക്യങ്ങളിലെ ഉപമയിൽ വളരെ വ്യക്തതയോടെ കർത്താവ് പറയുന്നു. Now you may ask, how does it go from the Jews to the Gentiles? Where is the verse for that? Here we can see that there is a very precise verse which shows that the gospel of the kingdom of God goes from the Jews to the Gentiles. As I told, there is a very precise verse which shows that the gospel of the kingdom of God goes from Jews to the Gentiles. In a parable, Jesus makes it very clear that he will take the vineyard from those who does not give the fruit and give it to those who will produce fruit and give it to them. It is even in front of these parables we have the servants of God who are strongly denying this, and by denying this they are wrestling against the word of our Lord Jesus Christ himself. മറ്റൊരു ജാതീയ ചർച്ചാണ് ലവോദിക്യ ചർച്ചിനോട് പറയുകയാണ്, അതിന്റെ 3:21, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും, ഞാൻ ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഇതാ വളരെ ക്ലിയറായി യേശുക്രിസ്തു ജാതീയ സഭകളോട് ദൈവരാജ്യം പ്രസംഗിക്കുന്നു. തടയാൻ കഴിയുമോ? നമ്മുടെ അജ്ഞത നിമിത്തം ദൈവജനത്തെ തീപ്പൊയ്കയിലേക്ക് തള്ളരുത്. അതാണ് മത്തായി 7:21-22. ദൈവദാസന്മാരും യേശുവിനെ കർത്താവായി സ്വീകരിച്ച ദൈവജനവും യേശുവിനാൽ പുറന്തള്ളും. We see this again in his teaching to the church in Laodicea, where Jesus is preaching the kingdom of God all over again. We see in Revelation 3:21, he who overcomes, I will grant to him to sit down with me on my throne, and as I also overcome and sat down with my Father on his throne. Here again, Jesus is giving the throne. He is giving the kingdom of preaching the gospel of the kingdom of God. Beloved children, can you stop this? Do not push the children of God into hell by teaching them false teachings. Do not be like those who are mentioned in Matthew 7:21-23, where we see the servants of God as well as believers who are rejected by Christ because they didn't follow the correct teaching. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം സുവിശേഷം യഹൂദന്, കാരണം വാഗ്ദത്തങ്ങളൊക്കെ അവർക്കുള്ളത്. പിന്നെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ,
ആ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഇതാ ജാതികൾക്ക് വരുന്നു. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇതാ ജാതികളിലേക്ക് ഈ സുവിശേഷം കടന്നു വരാനായിട്ട് ഇടയായത്. ഇനി ഇവിടെ ഒരു അപകടം കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ദൈവരാജ്യ സുവിശേഷം ഈ യഹൂദന്മാരിലേക്ക് ചെന്നപ്പോ അവരിതിനെ തള്ളിയപ്പോ, ഞങ്ങൾക്ക് വേണ്ട എന്ന് തള്ളിയപ്പോ അവിടെ എന്ത് സംഭവിച്ചു? ഒരു ജഡ്ജ്മെന്റ് സംഭവിച്ചു. അതെന്താണ്? നിത്യജീവന് ഞങ്ങൾ അയോഗ്യരെന്ന് യഹൂദന്മാരെ തന്നെ വിധിച്ചു കളഞ്ഞു. അതുകൊണ്ട് ദൈവരാജ്യം ഞങ്ങൾക്കുള്ളതല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു മാരക വിഷം തിന്നുന്നതിനേക്കാൾ അതല്ലേ ഇതിന് നല്ലത്? ഒരു മാരക വിഷം തിന്നുന്നതിനേക്കാൾ അപകടമല്ലേ ദൈവരാജ്യ സുവിശേഷം ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് തള്ളുന്നത്? നിങ്ങൾ അങ്ങനെ പറയുന്നവർ അവരെ തന്നെ വിധിക്കുകയല്ലേ ഞങ്ങൾ നിത്യജീവന് അയോഗ്യരെന്ന്. Dear brothers, as it shows here, the gospel is first spoken to the Jews because of the promises is first given to Abraham, and then through Christ the blessing of Abraham is extended to us Gentiles as well. Here please note that there is a big danger over here. We see that when the Jews told that they don't need the gospel, when they rejected the gospel of the kingdom of God, what happened is there was a judgment in which they themselves judged themselves unworthy of eternal life. Dear children, do you realize how dangerous this is? This is more dangerous than eating poison, because by rejecting the gospel of the kingdom of God, we are judging ourselves unworthy of eternal life. എത്ര അപകടം പിടിച്ചതാകട്ടെ. ഇതുകൊണ്ടാണ് ദൈവാത്മാവ് ഇതിന് പേരിട്ടെ മാരക വിഷ ഉപദേശം. ഡെഡ്ലി പോയിസൺസ് ഡോക്ട്രിൻ. മാരക വിഷ ഉപദേശം. ദൈവരാജ്യം ഞങ്ങൾക്കുള്ളതല്ല, അത് യഹൂദന്മാർക്കും. അതുകൊണ്ടാണ് മത്തായി 7, 21, 22, 23 നല്ലൊരു പങ്ക് ദൈവദാസന്മാരും യേശുവിനെ കർത്താവായി സ്വീകരിച്ച ദൈവജനവും കർത്താവ് വരെ പുറന്തള്ളി. ദൈവരാജ്യത്തിൽ അവർക്ക് പ്രവേശനമില്ല. കാരണം ദൈവരാജ്യം അവർക്കുള്ളതല്ല. Do you realize how dangerous this is? That is why the Spirit of God has named this deadly poisonous doctrine. We see that as an aspect of this, we see in Matthew 7 verse 21 to 23 that Jesus is rejecting people outside because they rejected the gospel of the kingdom of God. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 3:28-29 ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വചനം ഇതിനെ അബ്രഹാമുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതിന് 3:28-29 ഭാഗങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തു യേശുവിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തയേശുവിൽ രണ്ടത്രയെന്നല്ല ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും, യഹൂദന്മാരോട് കണക്റ്റഡായി അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അങ്ങനെ യഹൂദന്മാരും യവനന്മാരും ക്രിസ്തു യേശുവിൽ ഒന്നായി തീരും. This is why that in Galatians 3:28 and 29 Paul connects everyone to Abraham. Here it says, there is neither Jew nor Greek, there is neither slave nor free man, there is neither male nor female, for all of you are in Christ, and if you belong to Christ, then you are Abraham's descendants, heir according to the promise. So in Jesus, all are one, all are Abraham's descendants. അതിന്റെ ഫലം തരുന്ന ജാതികൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞത് നമ്മുടെ യേശു കർത്താവാണ്. So if you continue that in verse 19, it speaks about entry into the God's household, and here it says, you are no longer strangers and aliens, but you are fellow citizens with the saints and are of God's household. So remember that we are members of God's household, and it is given to us by our Lord Jesus himself. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവർക്കും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ക്രിസ്തു എന്ന തലയോളം വളരുവാനും ക്രിസ്തുവിൽ സ്വകീയ പിതാവിന്റെ മാറിൽ അണയുവാനും ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. Greetings of love in the name of our Heavenly Father and our Lord and Savior Jesus Christ to everyone who is listening to us via online means, and especially to the body of Christ. May our Lord help you to grow in Christ, and to be embraced in the bosom of our Heavenly Father.
ഇന്ന് സാറ്റർഡേ ബൈബിൾ ക്ലാസ്സുമായിട്ടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കാൻ പോകുന്ന വിഷയം ജനത്തിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്. കാരണം പിശാച് വാഴുന്ന, പിശാച് നമ്മളെ വീഴിക്കാൻ ശ്രമിക്കുന്ന, പിശാച് മാത്രമല്ല പിശാചിന്റെ ആളുകളും തെറ്റിപ്പോയ നമ്മുടെ സഹോദരങ്ങളും ഒരുമിച്ച് ചേർന്ന് വീഴിക്കാൻ ശ്രമിക്കുന്ന ഒരു മണ്ഡലത്തിൽ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന മെസ്സേജിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് മാരക വിഷ ഉപദേശം, ഡെഡ്ലി പോയിസണസ് ഡോക്ട്രിൻ. മാരക വിഷ ഉപദേശം, deadly poisonous doctrine. Today in the Saturday meeting, we are going to learn about a very important message in this realm where Satan and his people, as well as the mistaken servants of God, they are trying to make us fall into this big trap. And this message title is deadly poisonous message. Deadly poisonous doctrine. ഈ ഡെഡ്ലി പോയിസണസ് ഡോക്ട്രിൻ ഇത്ര മാത്രം സഭയെ കീഴടക്കിയിരിക്കുന്നു എന്ന് ഈ ദിവസങ്ങളിലാണ് ഞാൻ തിരിച്ചറിയുവാനായിട്ട് ഇടയായത്. ആ ഡെഡ്ലി പോയിസണസ് ഡോക്ടറിനെ കുറിച്ച് കഴിഞ്ഞ സന്ദേശങ്ങളിൽ നാം ഡിസ്കസ് ചെയ്തതാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭയിലെ ദൈവദാസന്മാരിൽ പലരുടെയും ഉള്ളിൽ, എല്ലാവരുടെയും അല്ല, പലരുടെയും ഉള്ളിൽ ദൈവരാജ്യ സുവിശേഷം, യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം അത് നമുക്കുള്ളതല്ല എന്ന മനോഭാവമാണ്, അത് യഹൂദന്മാർക്ക് മാത്രമുള്ളത് എന്നുള്ള മനോഭാവമാണ് പല ദൈവദാസന്മാരുടെയും മനസ്സിൽ. അത് വലിയ ഒരു അപകടമാണ്, അത് ഒരു മാരക വിഷമായ ഉപദേശമാണ്. It is only in these recent days that I have realized the extent to which this deadly poisonous doctrine has subdued the church. I knew it before, but it is only in these days that I realized that there are many servants of God in whose hearts they think that the message, gospel of the kingdom of God is not for them, that Jesus preached is not for them, but for the Jews. This is a very dangerous and very poisonous doctrine. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യം തന്നെ യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം മറക്കുക എന്നുള്ളതാണ്, സ്വർഗീയ പിതാവിനെ മറയ്ക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യമെന്ന് 2 Corinthians 4:4 നമുക്ക് കാണുവാൻ കഴിയും. ദൈവപ്രതിമയായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി. അതിൽ നല്ലൊരു പങ്ക് ദൈവദാസന്മാരും പെട്ടു. So first of all, the intention of this deadly poisonous doctrine is to cover the message. First of all, they are trying to cover the gospel of the kingdom of God, that is our Christ, as it is written in 2 Corinthians chapter 4 verse 4, that the image of God, that is Christ, they are trying to cover. Satan is trying his best to prevent the gospel of the image of God, that is our Christ, from reaching the people. അങ്ങനെയല്ല. The gospel of Christ is what he preached during his ministry. That is the kingdom of God, the gospel of the kingdom of God. What Satan is doing, Satan is covering the gospel of Christ, that means the kingdom of God, by blinding the minds of the people. Unfortunately, the servants of God also fell into that. You can convert
in a better language. So, what is happening is that the gospel of the kingdom of God is the message that Jesus preached during his 3.5-year ministry in this world. And what Satan is trying to do is that he's trying to cover this, to prevent this message from being preached by blinding the hearts of the servants of God. അതുകൊണ്ടാണ് ദൈവദാസന്മാരിൽ പലർക്കും ഇതിനെക്കുറിച്ച് ഒരറിവുമില്ലാതിരിക്കുമ്പോൾ ചില ദൈവദാസന്മാർ പറയുന്നത് ദൈവരാജ്യ സുവിശേഷം യേശുക്രിസ്തു പ്രസംഗിച്ചത് ഞങ്ങൾക്കുള്ളത് അല്ല, നമുക്കുള്ളതല്ല, അത് യഹൂദന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന്. That is why, while many servants of God has no information about this, there are other servants who says that the gospel of the kingdom of God that our Lord Jesus preached is not for us, but for the Jews alone. അനേക ദൈവദാസന്മാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരറിവുമില്ലാത്തതിന്റെ കാരണം അവരെ പഠിപ്പിച്ചു പുറത്തിറക്കുന്ന സെമിനാരികളുടെ ബൈബിൾ കോളേജുകളുടെ സിലബസിൽ യേശുക്രിസ്തു 3 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷമായ ദൈവരാജ്യം സിലബസിൽ ഇല്ല എന്നുള്ളതാണ് അനേക ദൈവദാസന്മാർക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ കഴിയാത്തതിന്റെ ഒരു വലിയ കാരണം. The reason that many of the servants of God has no information about the gospel of the kingdom is because the seminaries from which they learn and they pass out, these seminaries don't teach it. They have no information about the gospel of the kingdom of God, and because of that, these servants of God does not know the mysteries of the kingdom of God. പലരും ഇത് കേൾക്കുമ്പോൾ അവര് പറയുന്നത് നിങ്ങൾ അപവാദം പരത്തരുത് എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഞാനും CTH, DTH, BTH ഒക്കെ പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള ഒരാളാണ്, ഓർഡൈൻഡ് മിനിസ്റ്ററാണ്. എന്നാൽ ഞാൻ പഠിച്ച ബൈബിൾ കോളേജിലോ ബൈബിൾ സ്കൂളിലോ ദൈവരാജ്യം എന്ന യേശുക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച ആ സിലബസ് ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഇല്ല എന്ന് മാത്രമല്ല, ഇത് ഞാൻ പ്രസംഗിക്കുന്നത് കേട്ട് ശ്രദ്ധിച്ച പല ദേവദാസന്മാരും ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇത് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സംഭവം ദൈവരാജ്യം എന്ന യേശുക്രിസ്തു പ്രസംഗിച്ച ആ സുവിശേഷം ബൈബിൾ കോളേജുകളുടെ സിലബസിൽ ഇല്ല എന്ന്. ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്റെ ചിന്തയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ, നിങ്ങളുടെ ലാപ്ടോപ്പിൽ, നിങ്ങളുടെ മൊബൈലിൽ ഇതെല്ലാം നിങ്ങൾക്ക് BTH സിലബസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, MD സിലബസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് പരിശോധിക്കാവുന്നതാണ്. Now, some of you may be accusing me of slandering these Bible colleges. Let me tell you, I too have passed through these BTH, DTH. I too am an ordained minister. And in all the Bible colleges that I have learned, I have not seen this gospel of the kingdom of God being taught. Not only that, in all the other Bible seminar, other Bible universities, which my friends, other servants of God have searched, after hearing my message, they too searched for this and they too were not able to find the gospel of the kingdom of God being taught there. I don't know now if they have updated the syllabus, but from the knowledge that I have before, it is not there. ഇപ്പോഴും സേത്തൻ, ഡെവിൾ സഭയെ ജയിച്ചു നിൽക്കുകയാണ്. ഇനിയും അവനെ ജയിക്കാൻ നാം അനുവദിക്കരുത് എന്ന് എല്ലാ ദൈവദാസന്മാരെയും ബഹുമാനിച്ചുകൊണ്ട്, ദൈവമക്കളെ ബഹുമാനിച്ചുകൊണ്ട് ഓർപ്പിക്കുകയാണ്. ദൈവവചനം പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. Even now, Satan is winning against the church. From now on, we should not allow him to win again. And I'm trying to remind all the children of God, all the servants of God, that let Satan not defeat us. Let us not allow Satan to defeat us. അപ്പോ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉപദേശിക്കുന്നത് തെറ്റായി പഠിപ്പിക്കുന്ന സഭകളിൽ നിന്ന് ആദ്യം ആരും ഓടി രക്ഷപ്പെടരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിശയം തോന്നാം, പകരം തെറ്റായി പഠിപ്പിക്കുന്ന സഭകളിൽ നിങ്ങൾ ദൈവവചനം ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആദ്യം ഒരു സന്ദേശമായി മാറണം. Here what the Spirit of God is advising you right now
is don't run away or escape from these churches which are teaching you false doctrine. Now, this may surprise you, but what God wants from you is that you should first teach them, give them a message about the true gospel of the kingdom of God before you. That should be your first step. മനസ്സിലാക്കുക, എവിടെയെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഭക്ഷണത്തിൽ പോയിസൺ വിളമ്പുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ആ ഭക്ഷണം കഴിക്കാതെ ഓടി രക്ഷപ്പെടുകയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ ദോഷമാണ്. പകരം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് അറിഞ്ഞാൽ ആ ഭക്ഷണം വിളമ്പുന്ന ആ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയെ അറിയിക്കണം, ഇത് വിഷാംശം നിറഞ്ഞ ഭക്ഷണമാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മായമുള്ള വചനമാണ്, ഇത് കൊടുക്കരുത്, ശരിയായത് വിശുദ്ധ ബൈബിളിലുണ്ട്, അത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക സൗമ്യതയുടെ ഭാഷയിൽ. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യ സ്റ്റെപ്പ്. ആ വചനത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. Think about it. If you are going to a feast and you realize that there is poison being served in that feast, will you first run away from that feast? If you are doing that, then you are doing wrong. Instead, what you should do is you should first contact the person in charge of giving this feast and let him know that there is poisonous food in this feast. In our words, let him know that there is adulterated word being served, and instead there is pure word that we can find in the word of God. This is how we should live and show the love of God, and this should be the first step. ഈ ആദ്യ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആ ഭക്ഷണം വിളമ്പുന്ന ആളെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരച്ഛനായിരിക്കാം, ഒരു പാസ്റ്ററായിരിക്കാം, ഒരു ബ്രദറായിരിക്കാം, ഭക്ഷണം വിളമ്പുന്ന ആളെ ഇത് വിഷാംശം നിറഞ്ഞതാണ് എന്ന് കൺവിൻസ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി അവിടെ സക്സസ് ആയി. എന്നാൽ അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും? ജനത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ആർക്കൊക്കെയാണോ ഭക്ഷണം വിളമ്പുന്നത് അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, മക്കളെ കഴിക്കല്ലേ കഴിക്കല്ലേ, ഇത് വിഷാംശം നിറഞ്ഞ ഭക്ഷണമാണ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇത് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. So if in the first step, when you inform the servant of God or the brother or the elder who is serving this food that there is poison in this food, and if this person listens to your advices and changes it, then you have fulfilled your duty is complete. But on the other hand, this person refuses to listen to you, then the next step is that you go to the place where this feast is being served and you cry out to the people over there that there is poison in this food, that if you eat it you will die. And this is also an act of love. This is the second step. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറേണ്ടി വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഭക്ഷണം വിളമ്പുന്നവരെ കാര്യം അറിയിക്കുമ്പോൾ അവർ സംഘടനകളുടെ ഡിനോമിനേഷനുകളുടെ ചുറ്റുപാടിൽ കെട്ടപ്പെട്ടത് കൊണ്ട് അവർക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീണ്ടും ജനത്തിന് മാരക വിഷം വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടന്നു വരുവാൻ നിർബന്ധിതരായിത്തീരും. Dear brothers, the reason that in many times we are forced to take the second step is because these servants of God are part of denominations and churches, and they are bound by the roots of those denominations and churches. And because of that, we are forced to come and take the second step. ഇനി ഇപ്പോൾ സഭകളിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആ മാരക വിഷമായ ദൈവരാജ്യ സുവിശേഷം യഹൂദന്മാർക്ക് മാത്രമുള്ളതാണ്, ജാതികൾക്കുള്ളതല്ല എന്ന വിഷയത്തെ കുറിച്ചാണ് നാം ഇനി സംസാരിക്കുവാനായിട്ട് പോകുന്നത്. From now on, we are going to talk about this poisonous message that is
being served in the church, that the gospel of the kingdom of God is only for the Jews and not for Christians, not for പല Gentiles. ദൈവദാസന്മാരും ഇത് സംസാരിക്കുന്നതിന്റെ ഉദ്ദേശം, ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതിന്റെ പുറകിലുള്ള വചനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ അനേകർ ഇതിനെക്കുറിച്ച് യാതൊരു ചിന്തയും അവർക്കില്ല. ദൈവരാജ്യ സുവിശേഷം എന്നൊരു സുവിശേഷം ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിയുകയില്ല. അവർക്ക് ആകെ അറിയാവുന്ന രക്ഷയുടെ സുവിശേഷം മാത്രം. So many servants of God teach about the gospel of the kingdom of God on the basis of Matthew 10:5. But many servants of God, they don't even know about the existence of the gospel of the kingdom of God. Only gospel they know is the gospel of salvation. മാത്യു 10:5 പറയുന്നത് തെറ്റായി ധരിച്ചിരിക്കുന്നത് കൊണ്ട്, അത് പിശാചിന്റെ കയ്യിലെ ഒരായുധമായി മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നത് കൊണ്ടാണ് അനേക മേഖലകളിൽ ഇന്ന് ദൈവരാജ്യ സുവിശേഷം പറയുവാൻ പറ്റാത്തതും, മാത്രമല്ല വചനപ്രകാരം ഞങ്ങൾ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് അവർ ഡിക്ലെയർ ചെയ്യുന്നു. It is because they have understood the Matthew 10:5 verse wrongly, that it has become a weapon in the hands of the devil, so that in many places not only are they unable to preach the gospel of the kingdom of God, in many places they use this verse to block preaching the gospel of the kingdom of God. ഇതിനെ അടിസ്ഥാനമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇടുക്കിയിൽ നിന്ന് ഒരു ഡേവിഡ് എന്നൊരു പാസ്റ്റർ പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ദൈവരാജ്യ സുവിശേഷം ഞങ്ങൾക്ക് ഉള്ളതല്ല, അത് യഹൂദന്മാർക്ക് ഉള്ളതാണ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റൊരു ദേവദാസൻ എന്നോട് പറയാനായിട്ട് ഇടയായത്, അവർ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ദൈവരാജ്യ സുവിശേഷ സന്ദേശവുമായി കടന്നുപോയി. അവിടെ ഏതോ ഒരു ദാനിയേൽ എന്ന ഒരു ദേവദാസന്റെ ഭവനത്തിൽ ചെന്നു. ദൈവരാജ്യ സുവിശേഷവുമായുള്ള ബന്ധത്തിലുള്ള ഒരു ഫോട്ടോയോ ട്രാക്സോ എന്തോ അവിടെ കൊടുത്തു. ഉടനെ അദ്ദേഹം ഇവരുടെ നേരെ ഷൗട്ട് ചെയ്തു, ഈ വക പ്രസംഗിച്ചു വരുന്നവരെ വീട്ടിൽ കയറ്റരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇറങ്ങു പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യ സുവിശേഷം ഞങ്ങൾക്കുള്ളതല്ല, അത് യഹൂദന്മാർക്കുള്ളതാണ്, ഇങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റരുതെന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്തിറക്കി വിട്ടു. എന്ന് മാത്രമല്ല, ആ ദേശം മുഴുവൻ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുള്ള എല്ലാവരെയും വിളിച്ചറിയിച്ചു, ഇങ്ങനെ ഒരു കൂട്ടർ വരുന്നുണ്ട്, ഇവരെ ദൈവരാജ്യ സുവിശേഷവുമായിട്ട് വരുന്നു, ഇവരെ വീട്ടിൽ കയറ്റരുത് എന്ന്. അത് നമ്മളുടെ ആ ദൈവരാജ്യ സുവിശേഷ യാത്രയിലെ ആ ദേവദാസന്മാർക്ക് വലിയ ഒരു ബ്ലോക്ക് ആയി തീർന്നു, എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. You know the context of the messages that we are giving the last few weeks. We had a servant of God in Idukki by the name of David, who was preaching that gospel of the kingdom of God is not for the Gentiles, not for Christians, but only for the Jews. In this context, recently one of our brothers went to preach in the district of Thrissur as well, and they encountered another incident where they went to preach in the house of a pastor by the name of Daniel. And when they gave to him a tract which contained this information about the gospel of the kingdom of God, he shouted at them and told them that we have been instructed not even to allow people who preach this message in our home. He told that the gospel of the kingdom is for the Jews and not for the Christians. And he had them kicked out of his house. And not only that, he called up everyone in his church and told them that there are a group of people who are coming to preach to you about the gospel of the kingdom, and that you should not allow them. And this became a big stumbling block for the people who are trying to preach to these people. ഞാൻ അതിശയപ്പെടുകയാണ്, എത്രമാത്രം പിശാച് സഭയെ ജയിച്ചിരിക്കുന്നു. ഒരു ദേവദാസനെ, പ്രത്യേകിച്ച് ഒരു ഡിസ്ട്രിക്റ്റിലെ പ്രധാനപ്പെട്ട ദേവദാസനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റിലെ ഓൾമോസ്റ്റ് എല്ലാ ദൈവമക്കളെയും പിടിക്കുവാൻ പിശാചിനെ കഴിയും. അങ്ങനെ ഇതാ ഓൾമോസ്റ്റ് ക്രിസ്തണ്ടം മുഴുവൻ പിശാച് പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണുവാനായിട്ട് കഴിയുന്നു. എന്നാലും ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇവിടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം
ക്രിസ്തുവിലൂടെ തന്റെ ആത്മാവ് വിളിച്ചു പറയുകയും ഇവിടെ ജയം പ്രാപിക്കുകയും ചെയ്യും. സമാധാനത്തിന് ദൈവമോ സാത്താനെ നമ്മുടെ കാൽ കീഴെ ചതച്ചു കളയും. I am surprised just to the extent to which Satan has subdued the church. By getting hold of a servant who is in charge of an entire district, he is able to block the gospel of kingdom from being preached to the entire district. The same way he has taken hold of the entire Christendom. But let me tell you, as Jesus has promised, Satan will not, even the gates of hell will not be able to overcome the church of God. On this rock I will build my church, and the gates of hate will not be able to overcome this church. Let me tell you, if the children of God were to stand strong and preach the kingdom of God, then no one will be able to stand against them. God has promised that the God of peace will subdue Satan under our feet. ഇവർ ആധാരമായിട്ട് പറയുന്ന വചനം ഇവർ തെറ്റായി ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പലരും ഇങ്ങനെ സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ശിഷ്യന്മാരെ പ്രസംഗത്തിന് അയക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നത് ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യ പട്ടണത്തിൽ കടക്കരുത്, ഇസ്രായേൽ കാണാതെ പോയ ആളുകളുടെ അടുക്കൽ മാത്രം ചെല്ലൂലെന്നുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഇത് ജാതികൾക്കില്ല, ഇസ്രായേൽ മക്കൾക്ക് ഉള്ളൂ എന്ന് ഇവർ തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കാം. ഈ 12 പേരെ യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പേൻ. അപ്പോ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്നുള്ളത് ജാതികൾക്കുള്ളതല്ല, ശമര്യർക്കുള്ളത് അല്ല, യഹൂദന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന് ഈ വചനം കൊണ്ടാണ് അവർ സമർത്ഥിക്കുന്നത്. It is because they have understood Matthew 10:5-7 wrongly, that they are using this verse to say that gospel of the kingdom is not for the Gentiles. Let me read that verse and explain their point of view. These 12 Jesus sent out after instructing them, do not go in the way of the Gentiles and do not enter any of the city of the Samaritans, but rather go to the lost sheep of the house of Israel. And as you go, preach, saying, the kingdom of heaven is at hand. It is using this verse that they are saying that since Jesus asked them not to go into the way of the Gentiles, that or enter the city of the Samaritans, that the kingdom of God is not for Gentiles or Samaritans, but only for the Jews. ആരെങ്കിലും ഇവരോടൊരു ചോദ്യം ചോദിച്ചാൽ ആദ്യം ഇവര് പറയുന്നത്, ആദ്യം ഇതിന് ഉത്തരം എന്താ? യേശു ക്രിസ്തു പ്രത്യേകം പറഞ്ഞില്ലേ യഹൂദന്മാർക്ക് മാത്രമാണ് ഇതെന്ന്, ജാതികളുടെ അടുക്കൽ പോകരുത്, സമര്യരുടെ അടുക്കൽ ഇത് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞില്ലേ? ആദ്യം ഇതിന് ഉത്തരം എന്താ, എന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതിയെന്നാണ് പലരുടെയും, ഇങ്ങനെ പ്രസംഗിക്കുന്ന പലരുടെയും അഭിപ്രായം. When we ask them a question, even before answering, they first point out that give answer to this question, because didn't Jesus tell that not to go to Gentiles or not to go to Samaritans and instead preach only to the Jews? So how are you going to answer this? പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ ഉത്തരം ഇതാണ്. യേശു ക്രിസ്തു സ്വർഗസ്ഥ പിതാവിനാൽ അയക്കപ്പെട്ടതാണ്. സ്വർഗസ്ഥ പിതാവിനാൽ യേശു ക്രിസ്തു അയക്കപ്പെട്ടപ്പോ യേശു ക്രിസ്തുവിനെ അയച്ചത് യഹൂദന്മാരുടെ അടുക്കൽ മാത്രമാണ്. കാരണം എല്ലാ വാഗ്ദത്തങ്ങളും എല്ലാ ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനു മുമ്പ് യഹൂദന്മാരുമായി മാത്രമായിരുന്നു. എബ്രഹാത്തിന്റെ മക്കളുമായി മാത്രമായിരുന്നു. അതുകൊണ്ട് സ്വർഗീയ പിതാവ് ക്രിസ്തുവിനെ അയച്ചത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് യഹൂദന്മാരുടെ അടുക്കലേക്കായി. അവര് അതിനെ തള്ളിക്കളയുമ്പോഴാണ് തുടർന്ന് ജാതികളിലേക്ക് ഇത് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സുവിശേഷം ആദ്യം യഹൂദനും പിന്നെ യവനനും
രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. So the answer to their question is this: our Lord Jesus was sent into this world by our Heavenly Father, and he was sent by the Heavenly Father. And when he was sent, he was given the duty that first you shall go to the Jews, because if you know, before this, the entire Old Testament and before the crucifixion of Christ, all the promises and almost everything related to God was given to the Jews, and only after they rejected this, that it was given to the Gentiles, as it is given that the gospel of God is the gospel is the power of God, first to the Jews and then to the Gentiles. ഇതിനെ പ്രൂവ് ചെയ്യുവാനുള്ള വചനങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വചനം കൂടാതെ ഒന്നും വിശ്വസിക്കരുത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്: ഒരു കനാന്യ സ്ത്രീയെ, അതായത് ഒരു ജാതീയ സ്ത്രീയെ, തന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ യേശുക്രിസ്തു സൗഖ്യമാക്കാതെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ആ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് നിന്റെ പുറകെ വരുന്നു. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്റെ പിതാവ് എന്നെ അയച്ചിട്ടില്ല. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. പിതാവ് യേശുക്രിസ്തുവിനെ അയച്ചത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ ഇടയിലാണ്. ആദ്യത്തെ ഏകദേശം 3.5 വർഷം യേശു ശുശ്രൂഷ ചെയ്തത് അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മാത്രം. Beloved brothers, I will give you the verses for the basis of the statement that I made before. Make sure to believe only what you hear on the basis of the word. The first verse that I would like to bring to your notice is Matthew 15, verse 25. The context of this is that there is a Syrophoenician woman who is coming to Jesus because her daughter is possessed by a demon and asking Jesus to heal them. And at that point of time, Jesus replies to her that I was sent only to the lost sheep of the house of Israel. So I repeat over here, Jesus is very clear and precise here. He says, I was sent only to the lost sheep of the house of Israel. വാക്യങ്ങൾ വായിക്കാൻ ആരെങ്കിലും തയ്യാറായിരിക്കണം. ആരെങ്കിലും ഇപ്പോൾ റെഡി ആണെങ്കിൽ അവർക്ക് ആ വാക്യം വായിക്കാം. അല്ല എങ്കിൽ ഇപ്പോൾ ഞാൻ വായിക്കാം. അടുത്തത് മുതൽ അവർ വായിക്കാൻ തയ്യാറാകും. അതിന് അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. And because of that, but he answered and said, I was sent only to the lost sheep of the house of Israel. This is Matthew 15, verse 24. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് ആ ആട്ടിൻകൂട്ടം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ തന്നെ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഈ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത വേറെ ആട്ടിൻകൂട്ടവും എനിക്കുണ്ട്. അതാണ് ജെന്റൈൽസ്, അതാണ് ജാതികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അവരും ഈ ഇസ്രായേൽ മക്കളും രണ്ടും കൂടി ഒരാട്ടിൻകൂട്ടമായി ഒരിടയനായി തീരേണ്ടതായി ഉണ്ട് എന്നാണ് യേശുക്രിസ്തു വളരെ വ്യക്തതയോടെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു. Now you may don't think that Jews are the only flock that Jesus has. That is wrong. Jesus himself has mentioned in other place that I have a flock which I have sheep which do not belong to this flock, but I have another flock. This flock is the Gentiles, and both these flocks should come together, become one single flock under one shepherd. And there is a verse for that, and that is John 10:16. John 10:16. ആരെങ്കിലും എടുത്തെങ്കിൽ വായിക്കാം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻ കൂട്ടവും ഒരു ഇടയനുമാകും. ശ്രദ്ധിച്ചാടെ പ്രിയ സഹോദരങ്ങളെ,
ഈ തൊഴുത്ത് ഏത് തൊഴുത്ത്? ഇസ്രായേൽ എന്ന തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. നടത്തേണ്ടത്, ഇപ്പൊ അവർ നടത്തുന്നില്ല, നടത്തേണ്ടതാകുന്നു. അപ്പോ അവ എന്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ആയിത്തീരും. In John 10 verse 16, Jesus says, I have other sheep which are not of this fold. I must bring them also, and they will hear my voice, and they will become one flock with one shepherd. Here Jesus says that he has sheep which does not belong to this fold, that is the Gentiles. And here again Jesus says that I must bring them also, which means he's not leading them at that point of time, but he will lead them from the future, from that point of time, and they will become one sheep. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ ദൈവം ആദ്യം തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോമ 9:4 സുവിശേഷം ആദ്യ യഹൂദനും പിന്നെ യവനനും എന്ന സിസ്റ്റം എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:4 പറയാണ്, ന്യായപ്രമാണവും വാഗ്ദത്വങ്ങളും പുത്രത്വവും ആരാധനയെല്ലാം ആദ്യം ഇസ്രായേലിനുള്ളതാണ്. അവർക്കാണ് ആ വാഗ്ദത്തം കൊടുത്തത്. ആ അബ്രഹാമിന്റെ അനുഗ്രഹമാണ് തുടർന്ന് ക്രിസ്തു യേശുവിൽ ജാതികളായ നമ്മിലേക്ക് വരേണ്ടത്. അതാണ് ദൈവത്തിന്റെ വചനം റോമ 9:4 പറയുന്നത്. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. So the reason why God made the system of first Jews and then Gentiles is because, as it says in the book of Romans chapter 4, that the promises and the adoption as sons, all of these first belongs to the Jews. It was promised to Abraham, and it was after that, it is as part of that promise that promise has been extended to us Gentiles as well. As I'm reading Romans 9:4, who are the Israelites to whom belong the adoption as sons, and the glory and the covenants and the giving of the law and the temple service and the promises, whose are the fathers, and from whom is the Christ according to the flesh, who is over all, God blessed forever. Amen. ഹല്ലേലൂയ. ഗലാത്യലേഖനം 3:14 കൂടി വായിക്കുമ്പോ സംഭവം അറിയേണ്ടവർക്ക്, സത്യതാൽപരരായ കാര്യം മനസ്സിലാകും. കാരണം ജാതികളായ നമ്മിലേക്കല്ല അനുഗ്രഹം ആദ്യം വരുന്നേ, അബ്രഹാമിന്റെ അനുഗ്രഹമാണ് അവിടെ നിന്ന് ജാതികളിലേക്ക് ക്രിസ്തു വഴി വരുന്നത്. അതുകൊണ്ട് ഗലാത്യലേഖനം 3:14 പറയുകയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം, വാഗ്ദത്തം കിട്ടിയവന്റെ അനുഗ്രഹം. ക്രിസ്തു യേശുവ് ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോ അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും ആദ്യത്തെ 3.5 വർഷം യേശു ക്രിസ്തുവിനെ സ്വകീയ പിതാവ് വേറെ എങ്ങും വിടാതെ ആ അനുഗ്രഹം അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഈ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ സുവിശേഷം അവരോട് മാത്രം അറിയിച്ചത്, ജാതികളോട് അറിയിക്കണ്ട എന്ന് പറഞ്ഞു. Now, who are true truth seekers, they will understand the full picture once they read Galatians 3:14 as well. Here it says that the blessing originally belongs to Abraham, and it is that blessing that has come to us. As I'm reading Galatians 3 verse 14, in order that in Christ Jesus the blessing of Abraham might come to the Gentiles, so that we would receive the promise of the Spirit through faith. Here it says that the blessing is Abraham's because the promise was Abraham's, and it is that blessing that came to the Gentiles. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ വേളയിൽ മെജോറിറ്റി ഓഫ് യഹൂദന്മാരും യേശുക്രിസ്തുവിനെ തള്ളിയപ്പോൾ യേശുക്രിസ്തു ആ ശുശ്രൂഷയുടെ പീരീഡ്, പിതാവ് തന്നെ അയച്ച ശുശ്രൂഷയുടെ പീരീഡ് കഴിഞ്ഞിട്ട് ഇതാ താൻ ചേർക്കേണ്ട മറ്റ് ആട്ടിൻകൂട്ടത്തിലേക്ക്, ജാതികളാവുന്ന ആട്ടിൻകൂട്ടത്തിലേക്ക് താൻ തിരിയുകയാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ തള്ളുകയും തുടർന്ന് ആ ശുശ്രൂഷ ജാതികളിലേക്കും കടന്നു വരികയാണ്. ലൂക്കോസ് 13:34 താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യേശുക്രിസ്തുവിനെ
യഹൂദന്മാർ തള്ളുകയും ഇനി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത് വരെ നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഇതാ അവരുടെ മേലുള്ള ശുശ്രൂഷയെ നിർത്തുകയും ചെയ്യുകയാണ്. Because the promise was given to Abraham, God said that first 3.5 years you should preach only to Israel. But then once the Jews have rejected Jesus, he has come to the Gentiles to take flock from the Gentiles and bring in the sheep from the Gentiles to his flock. As it shows in Luke 13, Luke 13 verse 34. O Jerusalem, Jerusalem, that's the city that kills the prophets and stones sent to her. How often I wanted to gather your children together, just as a hen roots under her wings, and you would not have it. Behold, your house is left you desolate. So here it shows that Jesus, because Jews rejected Jesus, Jesus is turning to the Gentiles. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കണം, എങ്ങനെയാണ് ഇത് ജെന്റൈൽസിലേക്ക് പോകുന്നത്? വളരെ പ്രിസൈസ് ആയിട്ട് യഹൂദന്മാരെയും യവനന്മാരെയും കണക്ട് ചെയ്തുകൊണ്ട് ദൈവരാജ്യ സുവിശേഷം യഹൂദന്മാരിൽ നിന്ന് ശ്രദ്ധിക്കുക, യഹൂദന്മാരിൽ നിന്ന് ജാതികളിലേക്ക് പോകുന്ന വിവരം ഒരു ഉപമയിലൂടെ കർത്താവ് വളരെ വ്യക്തമാക്കി. അതുകൊണ്ട് ദൈവരാജ്യം യഹൂദന്മാരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് ഞാൻ കൊടുക്കും എന്ന് വളരെ വ്യക്തമായി യേശുക്രിസ്തു പറയുമ്പോൾ, ഇത് തിരിച്ചറിയാതെ ഒരു കൂട്ടം അജ്ഞരായ ദൈവദാസന്മാർ എന്ന് പറയുന്നവർ പറയുകയാണ്, ജാതികൾക്ക് ദൈവരാജ്യമില്ല, അത് യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് അവര് പറയുമ്പോൾ അവര് ഗുസ്തി പിടിക്കുന്നത് യേശുക്രിസ്തുവായിട്ടാണെന്ന് ഓർമ്മ വേണോ? യേശുക്രിസ്തു യഹൂദന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ദൈവരാജ്യം ഞാൻ നിങ്ങൾക്ക് തന്നു, എന്നാൽ ആ ദൈവരാജ്യം ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് വളരെ വ്യക്തമായി യേശു മത്തായി 21:42-43 വാക്യങ്ങളിലെ ഉപമയിൽ വളരെ വ്യക്തതയോടെ കർത്താവ് പറയുകയുണ്ടായി. Now you may ask, how does it go from the Jews to the Gentiles? Where is the verse for that? Here we can see that there is a very precise verse which shows that the gospel of the kingdom of God goes from the Jews to the Gentiles. As I told, there is a very precise verse which shows that the gospel of the kingdom of God goes from Jews to the Gentiles. Here in a parable, Jesus makes it very clear that he will take the vineyard from those who does not give the fruit and give it to those who will produce fruit and give it to them. It is even in front of these parables, we have the servants of God who are strongly denying this, and by denying this, they are wrestling against the word of our Lord Jesus Christ himself. Again, we have this in Matthew 10 verse 21 verse 43. 21 verse 43. Yes. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചാട്ടെ, അത് ഞാൻ മാത്രം വായിക്കണ്ടല്ലോ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോ Matthew 21 verse 42-44. Jesus said to them, did you never read in the scriptures, the stone which the builders rejected, this became the chief cornerstone. This came about from the Lord, and it is marvelous in our eyes. Therefore I say to you, the kingdom of God will be taken away from you and given to a people producing the fruit of it. Hallelujah. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത്. എന്തുകൊണ്ട്? നിങ്ങൾ ഇതിനെ റിജക്ട് ചെയ്തു. 3.5 വർഷം നിങ്ങളുടെ അടുക്കിലേക്ക് മാത്രമേ എന്റെ പിതാവ് എന്നെ അയച്ചുള്ളൂ.
പക്ഷേ നിങ്ങൾ എന്നെ റിജക്ട് ചെയ്തു. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത്. അപ്പോ പ്രിയ സഹോദര, പ്രിയ ദേവദാസനെ, പ്രിയ പാസ്റ്ററെ, അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണെങ്കിൽ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടാം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ പറയുന്ന യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ ദൈവരാജ്യം അല്ലെ? എന്നാൽ കർത്താവ് പറയാണ്, യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് ദൈവരാജ്യം എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് ദൈവം കൊടുക്കുവാണ്. ക്രിസ്തുവിനോട് എതിർക്കാൻ ധൈര്യമുള്ളവനുണ്ട്. ഇങ്ങനെ ക്രിസ്തുവോട് എതിർത്ത് നാം ഈ കല്ലിന്മേൽ വീഴുന്ന ഏവനും വെറും ധൂളിയായി പോകണോ? മത്തായി 7:21, 22, 23 ഒരു കൂട്ടം ദൈവദാസന്മാരും ദൈവജനവും യേശുവിനെ കർത്താവ് എന്ന് വിളിച്ച് ആ ന്യായവിധി ദിവസം യേശുവിനാൽ പുറം തള്ളപ്പെട്ടു വെറും ധൂളിയായി പോവുകയാണ്. എന്റെ പ്രിയ സഹോദര, സഹോദരി, ക്രിസ്തുവിന്റെ വാക്ക് വിശ്വസിക്കുക. ദൈവരാജ്യ സുവിശേഷം യഹൂദന്മാർക്കും യവനന്മാർക്കും ഒരുമിച്ചുള്ളതാണ്. നമ്മൾ ഒരു ബോഡിയായി, ഒരു കുടുംബമായി നമ്മൾ തീരുവാൻ പോവുകയാണ്. അങ്ങനെ ജനത്തെ പഠിപ്പിക്കുക. നമ്മൾ നമ്മളുടേതായ ആ ടീച്ചിങ് കൊണ്ട് പോകാതെ ക്രിസ്തു എന്തു പറഞ്ഞു അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകുവാൻ, അക്ഷരമല്ല അക്ഷരത്തെക്കാളുപരി ആത്മാവിനെ അനുഗമിക്കാൻ പഠിക്കുക, ദൈവാത്മാവിനെ. So here in verse 43, it is very clear that because they rejected the kingdom of God, it was given to the Gentiles. As it written, the kingdom of God, I repeat, the kingdom of God will be taken away from you and given to a people producing the fruit of it. So beloved brethren, servants of God, if you have the mind, please be willing to renew your mind and renew yourself and change your mind. Or as it is written in here, but on whomever it falls, it will scatter him like dust. We don't want to be scattered like dust because Jesus falls on us. We don't want to be like the servants in Matthew 7 verses 21 to 23, who comes to the Lord and says, Lord, Lord, and still Jesus rejects them. So the kingdom, in order to be renewed, we should be led by the Spirit and not by the word. നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശു ക്രിസ്തു താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇന്നും സഭയോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഉയർത്തെഴുന്നേറ്റ ശേഷം ഏഷ്യ മൈനറിലെ 7 ജാതീയ സഭയോട് യേശു ക്രിസ്തു പ്രസംഗിക്കുന്നത് ജാതികൾക്ക് മെജോറിറ്റിയുള്ള ടർക്കിയിലെ എഫേസോസ് മുതൽ ലവോദൂക്കിയ വരെയുള്ള 7 സഭകളോട് കർത്താവ് പ്രസംഗിക്കുന്നത്, ജയിച്ചാൽ നിങ്ങൾക്ക് ഞാൻ കിങ്ഡം തരും എന്നുള്ളതാണ്. അപ്പോ യേശു ക്രിസ്തു ആദ്യത്തെ 3.5 വർഷക്കാലം തന്റെ ഈ ഭൂമിയിലെ ജഡജീവിതത്തിൽ യഹൂദന്മാരോട് പ്രസംഗിച്ചു. അവരത് വിശ്വസിച്ചില്ല. അവരോട് പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ വന്ന് ഞാൻ ശപിക്കപ്പെട്ടവനാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുന്നത് വരെ നിങ്ങൾ എന്റെ മുഖം കാണുകയില്ല. തുടർന്ന് യേശു ക്രിസ്തു, ഇതാ എനിക്ക് മറ്റൊരാട്ടിൻ കൂട്ടവും ഉണ്ട്, അങ്ങോട്ടേക്ക് തിരിയുകയാണ്. ഇന്നും യേശു ഇതാ നമ്മളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് ഒരു സമയം വരുന്നുണ്ട്. ആ സമയം ഇനിയും ഒരു 3.5 വർഷം ദൈവം അവർക്ക് കൊടുക്കും. ആദ്യത്തെ 3.5 അവസാനത്തെ 3.5 വർഷം കൂടി ചേർത്ത്, അതാണ് 70ാമത്തെ ആഴ്ചവട്ടം, 70th week in the book of Daniel. Dear children, if you have noticed, even after his resurrection, Jesus is preaching the kingdom of God. If you notice in Revelation chapter 3 on verse 3 and 4, we see that Jesus is preaching to the churches of the Gentiles. Because the Jews were rejected, Jesus is teaching to the churches of the Gentiles, to whom the gospel of the kingdom of God is given. He's teaching to the churches in Turkey from Laodicea all the way to Ephesus. And he initially taught to the people of Israel. God has not completely rejected them. For a period, Jesus has turned to the Gentiles, but a period is again coming for the Jews, a period of 3.5 years, where they will be taught the kingdom of God, gospel of the kingdom of God all over again. ഇതാ വെളിപ്പാട് പുസ്തകത്തിൽ യേശു ക്രിസ്തു തുയതൈര സഭയോട്
ദൈവരാജ്യ സുവിശേഷം അറിയിക്കുകയാണ്. അതിന്റെ 2:27 വാക്യങ്ങളിൽ, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഇതാ കിങ്ഡം തുയതൈരയിലെ ജാതീയ സഭയ്ക്ക് യേശു ക്രിസ്തു ഓഫർ ചെയ്യുകയാണ് തന്റെ പിതാവ് തന്നതുപോലെ. We see in the book of Revelation that Jesus is preaching the gospel of the kingdom of God to the Gentile churches as well. Here in Revelation chapter 2 verse 26, Jesus is preaching to the church in Thyatira. He who overcomes and he who keeps my deeds until the end, to him I will give authority over the nation, and he shall rule them like a rod of iron, as the vessels of the potter are broken to pieces. So again, here Jesus is giving the authority, giving the kingdom to the church in Thyatira, if they are able to hold on to his words and deeds till the end. മറ്റൊരു ജാതീയ ചർച്ചാണ് ലവോദിക്യ ചർച്ചിനോട് പറയുകയാണ്. അതിന്റെ 3:21, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഇതാ വളരെ ക്ലിയറായി യേശു ക്രിസ്തു ജാതീയ സഭകളോട് ഇതാ ദൈവരാജ്യം പ്രസംഗിക്കുന്നു. തടയാൻ കഴിയുമോ? നമ്മുടെ അജ്ഞത നിമിത്തം ദൈവജനത്തെ തീപ്പൊയ്കയിലേക്ക് തള്ളരുത്. അതാണ് മത്തായി 7:21-22. ദൈവദാസന്മാരും യേശുവിനെ കർത്താവായി സ്വീകരിച്ച ദൈവജനവും ഇതാ യേശുവിനാൽ പുറന്തള്ളും. We see this again in his teaching to the church in Laodicea, where Jesus is preaching the kingdom of God all over again. We see in Revelation 3 verse 21, he who overcomes, I will grant to him to sit down with me on my throne, and as I also overcome and sat down with my Father on his throne. Here again, Jesus is giving the throne. He's giving the kingdom of preaching the gospel of the kingdom of God. Beloved children, can you stop this? Do not push the children of God into hell by teaching them false teachings. Do not be like those who are mentioned in Matthew 7:21-23, where we see the servants of God as well as believers who are rejected by Christ because they didn't follow the correct teaching. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് വിശുദ്ധ പൗലോസും ദൈവരാജ്യം പ്രസംഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, പത്രോസും ബാക്കിയുള്ള അപ്പോസ്തലന്മാരും യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷം അറിയിച്ചു നടത്തുന്നവരായി. എന്നാൽ പൗലോസ് ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ നിയമിക്കപ്പെട്ടവനായി. യഹൂദന്മാർ ഈ സുവിശേഷത്തെ തള്ളിയപ്പോൾ യേശുക്രിസ്തുവിനെ പോലെ തന്നെ യേശുക്രിസ്തു യഹൂദന്മാരോട് സംസാരിച്ചപ്പോൾ യഹൂദന്മാർ ആ ദൈവരാജ്യ സുവിശേഷത്തെ തള്ളി. ഇതുപോലെ തന്നെ പൗലോസ് യഹൂദന്മാരോട് സംസാരിച്ചപ്പോൾ യഹൂദന്മാർ ആ ദൈവരാജ്യ സുവിശേഷത്തെ തള്ളി. ഉടനെ പൗലോസ് പറഞ്ഞൊരു കാര്യം, ഇത് നിങ്ങൾ തള്ളിയത് കൊണ്ട് നിങ്ങൾ നിത്യജീവൻ അയോഗ്യരെന്ന് നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്തു, നിങ്ങളെ തന്നെ വിധിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇതാ ജാതികളിലേക്ക് തിരിയുന്നു. മെത്തേഡ് ഇതാണ്. സുവിശേഷം ആദ്യം യഹൂദനും പിന്നെ യവനനും ജാതിയും. So we saw earlier that Jesus is preaching the gospel first to the Jews and then to the Gentiles. We see that even Paul is following the exact same pattern as Jesus. Here in Acts, we see that Paul is first preaching in the synagogue of the Jews, and when they rejected him, he says that because you have rejected this gospel, you have proven yourself to be unworthy of the gospel. Therefore, I will go to the Gentiles and preach to them. So we see that the pattern is same for both Jesus as well as Paul, first to the Jews and then to the Gentiles.
യേശുക്രിസ്തുവിന്റെ നേരെ അസൂയ പൂണ്ടിട്ടാണ് യഹൂദന്മാർ യേശുവിനെ പ്രസംഗവേദിയിൽ നിന്ന് തള്ളിപ്പുറത്താക്കി. അവസാനം കള്ളക്കേസിൽ കുടുക്കി ക്രൂശീകരിക്കാൻ, കൊന്നുകളയാൻ ജാതികളെ ഏൽപ്പിച്ചു. ഇതേപോലെ തന്നെ യേശുവിനെ അനുഗമിക്കുന്ന പൗലോസിന്റെ നേരെയും ഇവർ അസൂയ കൊണ്ട് നിറയുകയാണ്. അസൂയ കൊണ്ട് നിറഞ്ഞ് പൗലോസിനെ ദുഷിച്ച് സംസാരിക്കുകയാണ് യഹൂദന്മാർ. അപ്പോഴാണ് പൗലോസും ബർണബാസും ധൈര്യം പൂണ്ടു പറഞ്ഞത്, ആദ്യം ദൈവവചനം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു. എന്താണ് ആവശ്യം? അതാണ് സ്വർഗീയ പിതാവ് വച്ചിരിക്കുന്ന മെത്തേഡ്. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിത്യജീവന് അയോഗ്യരെന്ന് നിങ്ങളെ തന്നെ വിധിച്ചു കളയുന്നതിനാ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയും. ദൈവരാജ്യ സുവിശേഷവും യേശു കർത്താവിന്റെ ക്രൂശീകരണവും അറിയിക്കുന്ന ആ ദിവ്യമായ സുവിശേഷം ജാതികളിലേക്ക് അതോടെ തിരികെ. So we see in the life of Jesus that because the Jews were envious of the message of Jesus, they pushed him out of the pulpit. They trapped him in a false case and crucified him on the cross. We see the same pattern being happening to Saint Paul as well, where he's persecuted and they are speaking wrong about him. And at that point of time, Paul replies to them that because you have rejected this, I'm turning to the Gentiles. Can you give the verse for this, Pastor? Acts chapter 13 verse 45 and 46. അപ്പോസ്തലപ്രവൃത്തി 13:45 46 ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കുക. തുടർന്ന് വിൽസൺ അത് റിപ്പീറ്റ് ചെയ്യുക. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ടു അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിനെ എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർണബാസും ധൈര്യം പൂണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. So we see in Acts 13 verse 45 to 47, but when the Jews saw the crowds, they were filled with jealousy and began contradicting the things spoken by Paul and were blaspheming. Paul and Barnabas spoke out boldly and said, it was necessary that the word of God be spoken to you first. Since you repudiate it and judge yourself unworthy of eternal life, behold, we are turning to the Gentiles. So again, this is the system that God has. They are doing this because this is a system that God the Father has kept, where they first speak to the Jews and then to the Gentiles. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം സുവിശേഷം യഹൂദന്. കാരണം വാഗ്ദത്തങ്ങളൊക്കെ അവർക്കുള്ളത്. പിന്നെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ആ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ഇതാ ജാതികൾക്ക് വരും. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇതാ ജാതികളിലേക്ക് ഈ സുവിശേഷം കടന്നു വരാനായിട്ട് ഇടയായത്. ഇനി ഇവിടെ ഒരു അപകടം കിടക്കുന്നത് നിങ്ങൾക്ക് കാണും. ഈ ദൈവരാജ്യ സുവിശേഷം ഈ യഹൂദന്മാരിലേക്ക് ചെന്നപ്പോ അവരിതിനെ തള്ളിയപ്പോ, ഞങ്ങൾക്ക് വേണ്ട എന്ന് തള്ളിയപ്പോ അവിടെ എന്ത് സംഭവിച്ചു? ഒരു ജഡ്ജ്മെന്റ് സംഭവിച്ചു. അതെന്താണ്? നിത്യജീവന് ഞങ്ങൾ അയോഗ്യരെന്ന് യഹൂദന്മാരെ തന്നെ വിധിച്ചു കളഞ്ഞു. അതുകൊണ്ട് ദൈവരാജ്യം ഞങ്ങൾക്കുള്ളതല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു മാരക വിഷം തിന്നുന്നതിനേക്കാൾ അതല്ലേ ഇതിനും നല്ലത്? ഒരു മാരക വിഷം തിന്നുന്നതിനേക്കാൾ അപകടമല്ലേ ദൈവരാജ്യ സുവിശേഷം ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് തള്ളുന്നത്? നിങ്ങൾ അങ്ങനെ പറയുന്നവർ അവരെ തന്നെ വിധിക്കുകയല്ലേ ഞങ്ങൾ നിത്യജീവന് അയോഗ്യരെന്ന്. Dear brothers, as it shows here, the gospel is first spoken to the Jews because of the promises is first given to Abraham, and then through Christ the blessing of Abraham is extended to us Gentiles as well. Here, please note that there is a big danger over here. We see that
when the Jews told that they don't need the gospel, when they rejected the gospel of the kingdom of God, what happened is there was a judgment in which they themselves judged themselves unworthy of eternal life. Dear children, do you realize how dangerous this is? This is more dangerous than eating poison, because by rejecting the gospel of the kingdom of God, we are judging ourselves unworthy of eternal life. എത്ര അപകടം പിടിച്ചതാകല്ലേ. ഇതുകൊണ്ടാണ് ദൈവാത്മാവ് ഇതിന് പേരിട്ടെ മാരക വിഷ ഉപദേശം, ഡെഡ്ലി പോയിസണസ് ഡോക്ട്രിൻ. മാരക വിഷ ഉപദേശം. ദൈവരാജ്യം ഞങ്ങൾക്കുള്ളതല്ല, അത് യഹൂദന്മാർക്കുള്ളത്. അതുകൊണ്ടാണ് മത്തായി 7, 21, 22, 23 നല്ലൊരു പങ്ക് ദൈവദാസന്മാരും യേശുവിനെ കർത്താവായി സ്വീകരിച്ച ദൈവജനവും കർത്താവ് വരെ പുറന്തള്ളി. ദൈവരാജ്യത്തിൽ അവർക്ക് പ്രവേശനമില്ല, കാരണം ദൈവരാജ്യം അവർക്കുള്ളതല്ലല്ലോ. Do you realize how dangerous this is? That is why the Spirit of God has named this deadly poisonous doctrine. We see that this is why we see that as an aspect of this, we see in Matthew 7 verse 21 to 23 that Jesus is rejecting people outside because they rejected the gospel of the kingdom of God. ദൈവത്തിന്റെ ജനത്തെ കൊല്ലാൻ കൊടുക്കുക. ഇതാ പ്രിയ കുഞ്ഞുങ്ങളെ, ഇങ്ങനെയുള്ള ചർച്ചകളിലാണ് നിങ്ങളെങ്കിൽ ആ ചർച്ച വിട്ട് ഓടിപ്പോകരുത്. ആ വിഷം വിളമ്പുന്ന ആ വിളമ്പുകാരനെ, അതാരായിക്കോട്ടെ, അച്ഛനാകട്ടെ, പാസ്റ്ററാകട്ടെ, ആരാകട്ടെ, ദൈവം അവരെ സ്നേഹിക്കുന്നു, നമ്മളും അവരെ സ്നേഹിക്കണം. ആദ്യം അവരെ അറിയിക്കണം, നിങ്ങൾ ഈ ചെയ്യുന്നത് വിഷം നിറഞ്ഞ ഭക്ഷണം, മായമുള്ള വചനം വിളമ്പുകയാണ്. അതുകൊണ്ട് വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തുവാൻ, മനസ്സുതുക്കി രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജയത്തിന്റെ ആദ്യ സ്റ്റെപ്പാണ്. നമ്മൾ ആ ചർച്ച തന്നെ കർത്താവിനായി നേടി എന്ന് പറയാൻ കഴിയും. Beloved children, do you realize how dangerous this is? If you are part of such a dangerous congregation, first do not run away from that congregation. Instead, first point it out and correct the servants of God who is serving this dangerous food. And if we are able to reform this, if they are able to renew their mind and get saved, then that would be a big win for us. That would be our first step. അല്ല, അവരത് അനുസരിക്കുന്നില്ല, അവരത് കേൾക്കുന്നില്ല എങ്കിൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് ജനത്തെ അറിയിക്കുക. നിങ്ങൾ കഴിക്കുന്ന ആ ഫുഡ് കഴിച്ചാൽ നിത്യമായ നരകത്തിലേക്ക്, മത്തായി 7, 21, 22, 23 പ്രകാരം ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ലാതെ തള്ളപ്പെടുവാൻ ഇടയാകും. ദൈവരാജ്യം നമുക്കുള്ളതാണ്. അത് യഹൂദന്മാർക്ക് മാത്രമല്ല, ക്രിസ്തയേശുവിൽ യഹൂദനെന്നോ യവനനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല. നാം എല്ലാവരും ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ മക്കളാണ്, ഒരു കുടുംബമാണ്. Beloved children, if the first step fails, then you should directly go to the congregation and let them know that they are eating poisoned food. Let them know that if they eat it, they will be prevented entry into the kingdom of God and instead be pushed to hell, as in the examples of Matthew 7, 21 to 23. Again, let them know that the gospel of the kingdom of God is not just for the Jews. There is neither Jew nor Gentile, neither man nor woman, neither free nor slave. The gospel of the kingdom of God is for everyone. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 3:28-29 ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വചനം ഇതിനെ അബ്രഹവുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 3:28-29 ഭാഗങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തുയേശുവിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ രണ്ടത്രയെന്നല്ല ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും, യഹൂദന്മാരോട് കണക്റ്റഡ് ആയി, അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു.
അങ്ങനെ യഹൂദന്മാരും യവനന്മാരും ക്രിസ്തു യേശുവിൽ ഒന്നായി തീരുന്നു. This is why that in Galatians 3:28 and 29, Paul connects everyone to Abraham. Here it is says, there is neither Jew nor Greek, there is neither slave nor free man, there is neither male nor female, for all of you are in Christ. And if you belong to Christ, then you are Abraham's descendants, here according to the promise. So in Jesus, all are one, all are Abraham's descendants. മനസ്സിലാവുന്നുണ്ടല്ലോ? എഫേസ്യ ലേഖനം 2:11 മുതൽ 22 വരെ വായിക്കുമ്പോൾ നമുക്കിത് വളരെ പ്രിസൈസ് ആയിട്ട് കാണാൻ കഴിയും. അവിടെ എപ്പോഴും പറയുന്നു ഇരുപക്ഷം ഇരുപക്ഷം ഇരുപക്ഷം. ആരാണ് ഈ ഇരുപക്ഷം? യഹൂദന്മാരും യവനന്മാരും. ആ ഇരുപക്ഷത്തെ ഒന്നാക്കി സ്വർഗീയ പിതാവിനോട് ക്രിസ്തുവിലൂടെ ഒന്നാക്കുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് 11 മുതൽ വായിക്കുമ്പോൾ അവിടെ 11-ാം വാക്യത്തിൽ ജാതികളെ കുറിച്ച് പറയുന്നുവെങ്കിൽ അതിന്റെ 12-ാം വാക്യത്തിൽ ജാതികൾ ഇസ്രായേൽ പൗരത്വത്തോട് യാതൊരു ബന്ധവുമില്ല അല്ലാത്തവർ ആയ ഈ ജാതികളെ ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമുള്ളവരാക്കി മാറ്റുന്നതിനെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയും. This is more clear if you read Ephesians 2 chapter verse 11 onwards. Here Paul is speaking about two groups, and he's bringing both these groups into one. Here it says that for he himself is our praise, who made both groups into one. So we see that God is bringing both groups, Jews and Gentiles, into one single group. 2:11 ഇങ്ങനെയാണ് തുടക്കം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയായ ജാതികളായിരുന്നു. അപ്പൊ ജാതികളെയാണ് 2:11 പറയുന്നത്. ഇത് 2:12 വരുമ്പോൾ അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരുമായിരുന്നു. അപ്പോ രണ്ടാമത്തെ ഗ്രൂപ്പിനെ ഇസ്രായേൽ മക്കളുമായി കമ്പയർ ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കളോട് ജാതികൾക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഇത് താഴേക്ക് വായിക്കുമ്പോ അങ്ങനെ ദൂരസ്ഥരായ ജാതികളെ സമീപസ്ഥരായ ആരോട് ദൈവിക വാഗ്ദത്തങ്ങളോട് സമീപസ്ഥരായ യഹൂദന്മാരോട് ഒന്നാക്കുന്ന രംഗമാണ് അതിന്റെ 13 മുതൽ താഴേക്ക്. So if you read verse 11 of this, it addresses you as the Gentiles in the flesh. So this is written to the Gentiles who are called uncircumcision. And then in verse 12, it says that you are separate from Christ, excluded from the commonwealth of Israel, and strangers to the covenants of promise. So in chapter 12, it speaks about the Jews, and they are separate from the Gentiles, and only the Jews have the promise. And from then chapter verse 13 onwards, it shows that both you who are far away is brought near to the Jews. Far away from the promises of God is brought near to the Jews and made into one, so that you also will have the promise of God. ഇത് നിങ്ങൾ താഴേക്ക് വായിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ വചനങ്ങളിലും ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് കാണാം. അതിൽ പ്രധാനമായതും യഹൂദനെയും യവനനെയും ഒന്നാക്കിയിട്ട് ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒന്നാക്കുന്ന രംഗമാണ് ഇത് താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ മേജർ പോർഷനിൽ കാണുവാനായിട്ട്. So if you start reading below that, you will see multiple instances of both groups being made one. Here the main teaching is that the two groups of Jews and Gentiles are brought and made into one, and together made into one with the Father through our Lord Jesus Christ. അതുകൊണ്ടാണ് 2:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതായത് ക്രിസ്തു നമ്മുടെ സമാധാനം, ക്രിസ്തു ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഏതാണ് ഇരുപക്ഷം? യഹൂദന്മാരും യവനന്മാരും. So in verse 14 it says, for he himself is our peace, that is Christ Jesus himself is our peace, who made both groups into one. What are the two groups? That is Jews and the Gentiles. ഇനി അതിന്റെ 15-ാം വാക്യം കാണാം. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. ആരാണ് ആ ഇരുപക്ഷം? യഹൂദന്മാരും യവനന്മാരും. Again in verse 15 it says, he might make the two into one new man, thus establishing peace. Who are the two that is made into one man? That is the Jews and the Greeks.
ഇനി അതിന്റെ 16-ാം വാക്യത്തിൽ ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും യഹൂദന്മാരെയും യവനന്മാരെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. And in verse 16 we say that he may reconcile them both, that is both Jews and Gentiles, in one body to God through the cross, by it having put to death the enmity. ഇനി അതിന്റെ 18-ാം വാക്യം പറയുന്നു, അവൻ മുഖാന്തരം, അതായത് ക്രിസ്തു മുഖാന്തരം ഇരുപക്ഷക്കാർക്കും, ആർക്ക്? യഹൂദന്മാർക്കും യവനന്മാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനം ഉണ്ട്. അല്ലാതെ യഹൂദന്മാർക്ക് മാത്രം പിതാവിങ്കിലേക്ക് പ്രവേശനം നമുക്ക് ജാതികൾക്ക് ഇല്ല എന്നല്ല. ഇരുപക്ഷക്കാർ ഒരുമിച്ച് ഏക ശരീരത്തിൽ പിതാവിങ്കിലേക്ക് പ്രവേശനം. Again in verse 18 it says, for through him, that him here is Jesus, we both, by both here it means that both the Jews and the Gentiles have, for through him we both have our access in one spirit to the Father. So it is not just the Jews who have access to the Father, both Jews and Gentiles have access to the Father. തുടർന്ന് ദൈവത്തിന്റെ ഭവനം, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് എഫെസ്യർ ലേഖനം 2:19 പറയുന്നത്. അങ്ങനെ നാം യഹൂദന്മാരോട് ഒരുമിച്ച് ദൈവത്തിന്റെ ഭവനമായി തീർന്നു. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭാവനക്കാരും അത്രേ. നമ്മൾ ഒരുമിച്ച് ദൈവരാജ്യം എന്ന കുടുംബത്തിൽ യഹൂദന്മാരും യവനന്മാരും ഒരുമിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യം യഹൂദന് മാത്രമല്ല, ദൈവരാജ്യം യവനനും ഉണ്ട് എന്ന കാര്യം യേശുക്രിസ്തു പറഞ്ഞ് തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം തരുന്ന ജാതികൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞത് നമ്മുടെ യേശു കർത്താവാണ്. So if you continue that in verse 19, it speaks about entry into the God's household. And here it says, you are no longer strangers and aliens, but you are fellow citizens with the saints and are of God's household. So remember that we are members of God's household, and it is given to us by our Lord Jesus himself. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എത്ര പേർക്ക് കാര്യങ്ങൾ ക്ലിയർ ആയി? എത്ര പേർക്ക്? Dear brothers, is it clear to you people? ക്ലിയർ ആയെങ്കിൽ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചേ. How many of you has understood this properly? If you have understood this, please raise your hands and praise God. ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. നേരത്തെ വിഷം വിളമ്പുന്ന സഭയിൽ അല്ലെങ്കിൽ ആ പന്തിയിൽ വിഷം വിളമ്പുന്നത് കണ്ട് ഓടി ഒളിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടേതെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ ഓടി ഒളിക്കരുത്. ഷാജി ജോസഫിന്റെ പുറകെ പോകുന്നു എന്ന് പറഞ്ഞ് വരണ്ട. എന്റെ പുറകെ ഞാൻ ആരെയും വിളിക്കാറില്ല. ഞാൻ എല്ലാവരെയും വിളിക്കുന്നത് ക്രിസ്തുവിന്റെ പുറകെ പോകാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിഷം വിളമ്പുന്ന ഏതെങ്കിലും സഭയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ, നിങ്ങൾ നേരത്തെ ദൈവാത്മാവ് പറഞ്ഞത് കേട്ടതുപോലെ ആദ്യം പ്രാർത്ഥനയോടെ അത് കടന്നുപോയി ആ വിഷം വിളമ്പുന്ന ആ ദൈവദാസൻ ഒരുപക്ഷെ അത് അറിയുകയില്ല. അദ്ദേഹത്തെ അറിയിക്കുക വചനപ്രകാരം ഇങ്ങനെയാണ്. ദൈവരാജ്യ സുവിശേഷം യഹൂദന് മാത്രമല്ല, ക്രിസ്തു പറഞ്ഞു അത് നമുക്കും കൂടി ഉള്ളതാണ്. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് യേശു ക്രിസ്തുവാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങിത് ഇനിയും ഇങ്ങനെ പ്രസംഗിക്കരുതേ, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുത്തണമേ എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് അവരെ അറിയിക്കാം. So, beloved children, if you are part of again I repeat, if you are part of a congregation which serves this poison, if you are among those who run away and avoid this, don't run away right now. Don't tell that I'm going to follow after Shaji Joseph. I am not asking anyone to follow after me. I am calling you to follow behind our Lord Jesus himself. And as I mentioned before, the first step should be you should speak with love to the servant of God who is serving this poison. Tell him that, show these verses and tell him that it is our own Jesus' words that the gospel of the kingdom of God was given to the Jews, and because they rejected it, it was given to the Gentiles. And tell them in love.
ആ വ്യക്തി അത് അനുസരിക്കുവാൻ റോമ 12 പറയുന്ന പോലെ മനസ്സുതിക്ക് രൂപാന്തരപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ, ആ സഭയെ നേടി. അല്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ അറിയിക്കേണ്ടത് ആ വിഷം കഴിക്കുവാൻ വിളമ്പി കഴിക്കുന്ന ജനത്തെ അറിയിക്കണം. ആ ജനത്തെ അറിയിക്കുന്നത് നിങ്ങൾക്ക് കുറെ കൂടെ ഒരു കഠിനമായ ജോലിയാണ്. പലരും നിങ്ങളെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ആ വിഷം കഴിക്കുവാൻ തന്നെ തയ്യാറാകും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എങ്കിലും കുറെ പേരെയൊക്കെ നേടുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. So let him know, as it says in Romans, but if he's willing to change his mind and renew himself, then you have won him and that congregation. But if he refuses, then you have to go to the people who are eating this poisoned food and let them know. And I know that this is a much more difficult task than letting the servant of God know, because in this case, many people will get angry with you. Many people will eat this poison even after you tell them that this is poison. But still, you must do it, and there is a good chance that quite a lot of people will recognize the truth and stay away from the poison. യേശു ക്രിസ്തുവിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയതുപോലെ അവർ നിങ്ങളെയും പള്ളിയിൽ നിന്ന് പുറത്താക്കും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. യേശു ക്രിസ്തുവിനെ കള്ളക്കേസിൽ കുടുക്കിയതുപോലെ അവർ നിങ്ങളെയും കള്ളക്കേസിൽ കുടുക്കുവാൻ നോക്കും എന്ന് മനസ്സിലാക്കുക. എങ്കിലും ഇവിടുത്തെ സകല സഹനങ്ങളും കഴിഞ്ഞ് പോയിസണസ് ഫുഡ് കഴിക്കാതെ നിത്യജീവൻ പ്രാപിച്ച് നമുക്ക് ക്രിസ്തുവിൽ സ്വകീയ പിതാവോടൊപ്പം ആ ദൈവിക ഭവനത്തിൽ കഴിയാൻ കഴിയും എന്ന വിശ്വാസം നിങ്ങൾ ഓർത്തുകൊള്ളുക. Remember that just like they put Jesus out of the synagogue, they will also kick you out of the church. Just like they trapped Jesus into a false case, false charges, they will also trap you under false charges. But remember that even after all these, when you enter the kingdom of God, you will be able to stand firmly in front of our heavenly Father. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു യോഹന്നാൻ 16-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ എന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, നിങ്ങളെ അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്നവനല്ല, ദൈവത്തിന് വഴിപാട് കഴിക്കുന്നത് ചിന്തിക്കുന്ന നാഴിക വരുന്നു. അതിന്റെ നാഴിക വരുമ്പോൾ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിനാണ് ഞാൻ ഇപ്പോൾ തുടക്കത്തിലെ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, സത്യത്തിന് നിങ്ങൾ സാക്ഷി നിൽക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ സംഭവിക്കും. നിങ്ങളെ അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഇത് കേട്ട ഉടനെ തന്നെ ഓടിപ്പോകാൻ നോക്കണ്ട, അവിടെ നിൽക്കുക. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ചർച്ചിലെ നടത്തുന്ന വ്യക്തികളെ, ആ ചർച്ചിലുള്ള കുഞ്ഞുങ്ങളെ, അവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് അവരെയും കൂടെ ക്രിസ്തുവിൽ ഈ പോയിസൺ തിന്നാതെ, നിത്യജീവനിൽ നിന്ന് പുറത്തു പോകാതെ ഈ പോയിസൺ തിന്നാതെ അവരെയും കൂടെ ദൈവരാജ്യത്തിന് അവകാശമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഒരു ഉത്തരവാദിത്വം, ഒരു സ്നേഹം നമുക്ക് അവരോടുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ദൈവം നിങ്ങളെ ഏവരും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. Beloved children, as Jesus himself has warned in John 16 that they will put you out of the synagogues, and those who persecute you will think that they are doing a service to God. And Jesus himself says that I am telling you this at the very beginning, so that when it happens, you will know that I have told you this. So remember that if you stand for the truth, beloved children, you will come under persecution. But still, don't run away from the church that you are already in. If you know that the people are being served poison, please let the servant of God as well as the people know you have a responsibility to them in love, so that they too can be saved. നിങ്ങൾ ആ ചർച്ചിൽ നിന്ന് ഓടിപ്പോകാതിരിക്കുന്നത് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം അവരെ അറിയിക്കുന്നതാണ്. പക്ഷേ 1-ാം സ്റ്റെപ്പും കഴിഞ്ഞ് 2-ാം സ്റ്റെപ്പും കഴിഞ്ഞ് അവർ നിങ്ങളെ പുറത്താക്കും. 3-ാം സ്റ്റെപ്പ് അവർ നിങ്ങളെ പുറത്താക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുക. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. Beloved children, you are not running away from this congregation and letting them know that is your act of love. You are demonstrating the love of God to them. So after first step and after second step, there will probably come a third step where they will put you out of the church.
but please be prepared for that and please act to them in the love of God. Dear children, let us pray. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ വാണിങ്ങിനായി, ഈ ദൈവവചനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും, അങ്ങിൽ ശരണപ്പെടും. പ്രിയ നല്ല നാഥ, ഈ ഭൂമിയിലെ ചെറിയ ജീവിതം ക്രിസ്തുവെ അനുഗമിച്ച്, ക്രിസ്തുവെ അനുസരിച്ച് ജയം നേടുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി. ദുഷ്ടനായ പിശാചിന്റെ കയ്യിൽ പെടാതെ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനായി നന്ദി. പിശാചിന്റെ കളകളുടെ കയ്യിൽ പെടാതെ ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനായി നന്ദി. കളകളാൽ വഴിതെറ്റിപ്പോയ രാജ്യത്തിന്റെ പുത്രന്മാരാലും തകർക്കപ്പെടാതെ കാത്തുപരിപാലിക്കുന്നതിനായി നന്ദി. ഞങ്ങൾക്ക് സ്വയമേ വഴി നടത്തപ്പെടുവാൻ കഴിയുകയില്ല. അങ്ങ് ഞങ്ങളെ നയിക്കുന്നതിനായി നന്ദി. തെറ്റിപ്പോയ അനേകം ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. പിശാചിനാൽ വഴിതെറ്റപ്പെട്ട അനേക സഭകളും ദൈവരാജ്യം ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ദൈവരാജ്യം പറയുന്നവരെ ഇറക്കി വിടുന്നവരും. എന്നാൽ പ്രിയ യേശുവേ, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. അവരോട് ക്ഷമിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് മനസാന്തരത്തോടെ അങ്ങിൽ വളർന്ന് സ്വകീയ പിതാവെങ്കിൽ ഒരു കുടുംബമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കാം. ഈ മക്കളെ ഏവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഇപ്പോൾ വിവിധ ഓൺലൈൻ മീഡിയയിലൂടെ അങ്ങേ കേൾക്കുന്നവരെ ഏവരെയും, അപ്പോൾ തന്നെ ഇനിയും കേൾക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കും. അവരുടെ എല്ലാ ഹൃദയങ്ങളിലും അങ്ങയുടെ സമാധാനം നിറയുവാനായിട്ടാണ്. രോഗികളായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിടരാനുള്ള സൗഖ്യം അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ ദൈവത്തിന്റെ കരത്താൽ, ദൈവസ്നേഹത്താൽ ഇപ്പോൾ സൗഖ്യമാക്കപ്പെടട്ടെ. ആ രോഗാത്മാക്കളോട് പോകുവാൻ കൽപ്പിക്കുന്നു. ഭൂതഗ്രസ്തരായിരിക്കുന്ന വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വ്യക്തികളുടെ മേലുള്ള പിശാചിന്റെ എല്ലാ അധികാരവും അവകാശവും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണെന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പൈശാചിക ഇൻഫ്ലുവൻസുകളും എല്ലാ ദുഷ്ടന്റെ ആധിപത്യങ്ങളും ആ വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിക്കുകയാണ്. പരിപൂർണ സൗഖ്യം ഈ മക്കളുടെ ജീവിതത്തിൽ കൽപ്പിക്കും. ഇവരും ഇവരുടെ തലമുറകൾ ഇവർക്കുള്ളതെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കേട്ട വചനം ഇവരെ സ്വകീയ പിതാവിന്റെ മാറിലെത്തിപ്പാൻ തക്കവണ്ണം ക്രിസ്തുവിൽ ദൈവം ആഗ്രഹിക്കുന്ന വളർച്ച കൊടുക്കുവാനിടയാകട്ടെ. അതിനെ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം അങ്ങ് ഞങ്ങളെ ജീവിച്ചതിനായി നന്ദി. ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ പ്രിയ മകന് കൊടുത്ത കൃപയ്ക്കായി നന്ദി. സർവമഹത്വം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കേട്ട വചനം ദീപം പോലെ കരുതുക. അത് നിങ്ങളെ നിത്യ തേജസ്സിൽ എത്തിപ്പാൻ ഇടയാക്കട്ടെ. താങ്ക് യു. ട്യൂൺ ചെയ്തതിന് നന്ദി. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത റിട്രീറ്റ് അടുത്ത മാസം ഒക്ടോബർ 7-ാം തീയതിയാണ്. അതിനുവേണ്ടി ഏവരും ഒരുങ്ങുക. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.